ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ ഒഡീഷയിൽ ഭുവനേശ്വർ തന്നെയാണുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇന്നലെ അനൂപേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് പോന്നിട്ട് കുറച്ചിങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അല്ലേ, 4 കിലോമീറ്റർ മാറി ഉദയഗിരി ആൻഡ് കാണ്ടഗിരി കേവ്സ് എന്നും പറഞ്ഞിട്ടൊരു കേവ്സ് ഉണ്ട്. അപ്പോൾ ആ കേവ്സ് കാണാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത്. ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം വന്നതായിരുന്നു, പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ അന്നേരത്തേക്കും ഒറ്റയടക്കല്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പൊ ഞങ്ങൾ അതിന്റെ പാർക്കിങ്ങിൽ തന്നെയാണ് ഇന്നലെ ഞങ്ങൾ വണ്ടി ഇട്ട് കിടന്നിരുന്നത്. കാരണം വേറൊന്നുമല്ല, ഇവിടെ പാർക്കിങ്ങിൽ മാത്രമേ നമുക്ക് ഇവിടെ പബ്ലിക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് രാവിലെ ആയിട്ട് ഫ്രഷ് ആവാനും കാര്യങ്ങളൊക്കെ സാധിച്ചു അല്ലേ. അപ്പൊ യാത്ര പോകുന്നവർക്ക് ഇതേപോലെ ഉള്ള പ്ലേസുകളിൽ നമുക്ക് പബ്ലിക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ചില സ്ഥലങ്ങളിൽ ഒരു 10 രൂപ 20 രൂപ അങ്ങനെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ രാവിലെ കുളിയും കഴിഞ്ഞു, ഫ്രഷപ്പായി, എല്ലാം സെറ്റപ്പായി. ഇത് ടീം കിടക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ അമർത്താണെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കേവ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കേവ്സ് കാണാൻ പോകട്ടെ. നമ്മൾ കേവ്സ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് പിന്നെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ ഇവിടെ നടക്കാൻ കഴിയില്ല ഒട്ടും. ആ മുടി വൃത്തിയായിട്ടാക്കാണ്ട് മര്യാദയ്ക്ക് അവിടെ ഇരിക്കും. ഇത് നോക്കൂ. ലോക്കല്ല അല്ലേ? ഇത് ലോക്കല്ല. നന്നായി. ഇവിടെയൊക്കെ വണ്ടികൾ വേറെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഇവിടെ മാത്രല്ല, ഇവിടുന്ന് അങ്ങോട്ട് കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് പാർക്കിംഗ് ആണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നിറച്ച് വണ്ടികൾ തന്നെയാണ്. ഇതെന്താ പ്രശ്നം അറിയാം, ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ മുടി പിടിച്ചിട്ടാണ് പുള്ളിക്കാരി. ഞാൻ ചീവി വെച്ചാ പോലെ ഇരിക്കൂല. ചീർപ്പും കൂടെ ഒന്നുകൂടെ എടുത്തു തന്നാ വേണം. ഇത് നോക്കൂ. പോവാം. അങ്ങനെ ആദ്യം നമ്മൾ പോകുന്നേങ്ങോട്ടോ, കേവ്സിലേക്കാ. ഇവിടെ കണ്ടോ, ഇവിടെ ശ്രീ ദിഗംബര ജൈൻ സിദ്ധ ക്ഷേത്ര എന്ന് പറഞ്ഞൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ആദ്യം നമുക്ക് നേരെ കേവ്സിനുള്ള ടിക്കറ്റ് എടുക്കാം. ഇന്നലെ വൈകുന്നേരം വന്നപ്പോഴേ എത്ര ജനമായിരുന്നു ഇവിടെ അല്ലേ. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല അവിടെ. കേവ്സിലേക്കും അവിടെ അമ്പലവും കൂടെ ഉള്ളതുകൊണ്ടേ നല്ല തിരക്കുണ്ട്. അതെ. ടിക്കറ്റ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ ആയിട്ട് എടുക്കാൻ പറ്റും. അതെ, ഇവിടുന്ന് അങ്ങോട്ട് വരുന്നതാണ് കേട്ടോ നമ്മുടെ ഉദയഗിരി കേവ്സ്. ഉദകമണ്ഡലം കേട്ടോ. ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. നമുക്ക് പോയി നോക്കാം. ടിക്കറ്റ് എടുക്കാം നമുക്ക് ആദ്യം. നമുക്ക് ടിക്കറ്റ് കിട്ടിട്ടോ. അതായത് ടിക്കറ്റ് ഒരാൾക്ക് 20 രൂപയാണ് വരുന്നത്. നമ്മള് ഗൂഗിൾ പേയോ ഫോൺ പേയോ ചെയ്യുവാണെങ്കിൽ 20 രൂപ ഒരാൾക്ക് ടിക്കറ്റ്. അതല്ല, ഇനി നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ 50 രൂപ. അതെന്താന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ ഓരോ നിയമങ്ങളാണ്. എന്താന്ന് നമുക്ക് അറിയത്തില്ല. ക്യാഷ് കൊടുത്താ 50 രൂപ, ഗൂഗിൾ പേ ആണെങ്കിൽ 40 രൂപ. എങ്ങനെയുണ്ട്? നല്ലതല്ലേ? നല്ല ഐഡിയ. അപ്പൊ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് ഒരു വെള്ളക്കുപ്പി മേടിച്ചോണ്ട് വേണം പോവാൻ. നമുക്ക് ഏതാണ്ട് ഒരു 18 കേവ്സ് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. അപ്പൊ നമുക്ക്, അതായത് ഇതിന് വേറെ പ്രത്യേകത വെള്ളം കുടിച്ച് കാണാം. അതെ, ഉദയഗിരി മലകൾക്കും കാണ്ടഗിരി മലകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് ഈ 2 മലകളിലായിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു കേവ്സ് ആണ്. ശിലായുഗ കാലങ്ങളിൽ ഉണ്ടാക്കിയേക്കുന്ന കേവ്സ് ആണ്. അപ്പൊ നമുക്ക് കേവ്സിന്റെ കാഴ്ചകളിലേക്ക് പോകാം. കുഞ്ഞാറ്റയ്ക്ക് ക്ഷീണം മാറാൻ ഒരു കരിക്കും വെള്ളം മേടിച്ചു കൊടുക്കാം. അതെ, പെട്ടെന്നൊരു ക്ഷീണം. മറ്റേ ജ്യൂസുകൾ പറയുന്നതിൽ നല്ല ഇത് കുടിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷൻ ഇല്ല കേട്ടോ. അവിടെയൊക്കെ നമുക്ക് കേവ്സിന്റെ ഭാഗങ്ങൾ അങ്ങനെ കാണാം. ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് വിശുദ്ധമായിട്ട് കാണാം. കയറുമ്പോഴേ നമുക്ക് പടുക്ക ആശ്രം കാന്തഗിരി എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാം. അതേപോലെ നമുക്ക് ചെറിയൊരു മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ കേവ്സ് ആണ് കേട്ടോ. ഈ കാണുന്നു ഇതൊക്കെ കേവ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. ഉദയഗിരി ആൻഡ് കാന്തഗിരി കേവ്സ് ട്വിൻ ഹിൽസ്, അതായത് 2 മലകളിലായിട്ട് ഉണ്ടാക്കിയേക്കുന്ന 2 ഇതാണ് 18ഓളം വരുന്ന കേവ്സ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. പോവാം. പിന്നെ നമുക്ക് ഈ ടിക്കറ്റ് എന്ത് ചെയ്യും, കളയല്ലേ. ഇത് 2 എൻട്രി ആണ് കേട്ടോ. അതായത് നമുക്ക് ഹിൽസ്, ഇവിടെ കേവ്സ് കാണാനും കയറാം. അവിടെ തന്നെ ഒരു കാന്തഗിരി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളും കാണാൻ വേണ്ടി പോവേ. ഇതെന്താ ഇപ്പോഴേ മടുത്തോ? ഒട്ടും നടക്കാൻ കഴിയില്ല കേട്ടോ, ഭയങ്കര മടിയാ. എടി, ഇങ്ങനെ വണ്ടി തന്നെ ഇരുന്ന് അങ്ങനെ യാത്ര ചെയ്യരുത്. കുറച്ച് നടക്കുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഞാൻ ചവിട്ടിയോ? അതിന്റെ ഇടയ്ക്ക് അപ്പം ചവിട്ടിയോ? അത് അമ്മ കണ്ടില്ലേ? ചെറിയൊരു കയറ്റം കയറാനുണ്ട്. അതൊരു മാതിരി കുത്തനെയുള്ള കയറ്റം. അത് കുത്തനെയുള്ള കയറ്റം. മേളിന്നാണ് നമ്മുടെ ഗുഹകളുടെ സ്റ്റാർട്ടിങ്. ഇതുണ്ട്, ഇവിടെ 18ഓളം ഗുഹകളുണ്ട്. ഇങ്ങോട്ടൊക്കെ ഫുള്ള് ഗുഹകളാണ് കേട്ടോ. നടക്ക്.
കുഞ്ഞാണ്ടി കറണ്ട് ഉണ്ട്, കറണ്ട് ഇങ്ങോട്ട് ഇറങ്ങി നടന്നു കേട്ടോ. അതില് ബൾബ് ഇടാൻ വേണ്ടി കറണ്ട് ഉണ്ട്. കറണ്ട് ഉണ്ടെങ്കിൽ ചത്തു പോകും, വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങി അത്രേ ഉള്ളു. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ഞങ്ങളോടുള്ള പണ്ടൊക്കെ യാത്രക്ക് ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഞങ്ങളെ ഭരിക്കുവാള്. ഒന്നേ ഉള്ളെങ്കിലും ഒലക്കി കടിക്കണമെന്ന് വെറുതെ അല്ല കാരണവന്മാര് പറയുന്നത്. അതെ. ഇവിടെ നമുക്ക് നമ്മുടെ ഇന്ത്യന്റെ വലിയൊരു ഫ്ലാഗ് കാണാം കേട്ടോ. ഇത് കൊള്ളാം അല്ലേ. അവിടെയാണ് നമുക്ക് ടെമ്പിൾ വരുന്നത്. നമുക്ക് ഇത് കഴിഞ്ഞ് ടെമ്പിളിലേക്കും കൂടി ഒന്ന് കയറാം. അതുകൊണ്ട് മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ, വെട്ടുകല്ല്. ഇതൊക്കെ ഫുള്ള് വെട്ടുകല്ലാണ്. ഫുള്ള് വെട്ടുകല്ല് ആയിട്ടുള്ളൊരു പാറയാണിത്. പക്ഷെ ഇങ്ങോട്ടൊന്നും കേറ്റുന്നില്ല ഇപ്പൊ. എങ്ങോട്ട്? ഈ സൈഡിലേക്കൊക്കെ അതിലേ കയറാല്ലേ. ഓ, ഗുഹയ്ക്കുള്ളിലേക്ക് എൻട്രി ഇല്ലേ ഇനി? പോയി നോക്കാം. അങ്ങോട്ട് എത്തുമ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ ആരെങ്കിലും വിസിലടിക്കുവാണെങ്കിൽ അവിടെയൊക്കെ കയറി ഇരിക്കുന്നുണ്ടോ ആൾക്കാർ? അതിനെ പൊക്കത്തൊക്കെ ചേച്ചിമാരിക്കുന്നു. പിന്നെ അല്ല, മേളിലേക്ക് എത്തിട്ടോ ആൻസി. ഇത് 2-ാം നൂറ്റാണ്ടിലെ കലിംഗ രാജാവായ ഗാരവേലൻ എന്ന് പറഞ്ഞൊരു രാജാവ് നിർമ്മിച്ച ഗുഹകളാണ്. കൊള്ളാല്ലേ? കൊള്ളാം. 2-ാം നൂറ്റാണ്ടിലാന്ന് ഓർക്കണം. ഒന്നാം ഗുഹ 2-ാം ഗുഹയ്ക്ക് എവിടെയായിരിക്കും? അത് എഴുതി വെച്ചിട്ടില്ല. ഇവിടെ ഗുഹകൾ അങ്ങനെയല്ലെന്ന് തോന്നുന്നു. ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും മേളില്. ശരിക്കും അങ്ങനെ ഒരാൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു നല്ലതായിരുന്നല്ലേ, പറഞ്ഞു തരാനെങ്കിലും. പറഞ്ഞു തരണ്ടെങ്കിൽ എഴുതി വെച്ചാലും മതിയായിരുന്നു. അതെ. കുഞ്ഞാറ്റം അടുത്തോ? ഇല്ല. കുഞ്ഞാറ്റ ഗുഡ് ഗേൾ ആണല്ലോ. ഇത് ശരിക്കും ജൈനമതത്തിന്റെ കീഴിൽ വരുന്നൊരു ഗുഹയാണ് ആൻസി. ജൈനമതം. അതായത് നമുക്ക് മേളിൽ കയറിയിട്ട് വരാം അല്ലേ? എന്താണ്? അതായത് ജൈന സന്യാസികളുണ്ടല്ലോ, ജൈന സന്യാസികള്, ഇത് 13 ജൈന സന്യാസികള് താമസിച്ചുകൊണ്ടിരുന്ന ഗുഹകളാണ് ഇതൊക്കെ. മനസ്സിലായോ? കൊള്ളാം, അടിപൊളി. ആദ്യം എൻട്രി ചെയ്തത് 13-ാമത്തേലായി പോയിട്ടോ. അപ്പൊ ഞങ്ങള് 1-ാമത്തെ ഗുഹ തപ്പിയിട്ടുള്ള പോക്കാണ്. ഈ ഏരിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ അനുമാനം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. മറ്റേ ഇതിൽ പറഞ്ഞാലേ നമ്മളൊരു വീക്ഷണകോണത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നാണെന്നാണ് നമ്മുടെ ബലമായ സംശയം. പോയി നോക്കാം എന്തായാലും. അങ്ങനെ ഞങ്ങൾ 1-ാമത്തെ ഗുഹ നോക്കി ഇവിടെ എത്തിയിട്ടോ. ഇവിടെ ആൾവാസം പോലും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ 2 മലകളിലായിട്ടാണ്. അതില് ഉദയഗിരിയിൽ 18 എണ്ണവും ഗാണ്ഡഗിരിയിൽ 15 ഗുഹയുണ്ട്. അപ്പൊ ഇങ്ങോട്ട് തന്നെ ആയിരിക്കണം അല്ലേ? പോയി നോക്കാം. നമുക്കൊന്നും കൂടി ഒന്ന് കറങ്ങാം. 1-ാം ഗുഹ തപ്പി ഇവിടെ ഒരു കുഴിയാണ് കിട്ടിയത്. കുഴിയല്ല, പഴയ സ്വിമ്മിംഗ് പൂളാ. കുളിക്കുളം. നോക്ക്, ചെത്തി എടുത്തേക്ക് നോക്ക്. ഏതാണ്ട് മെഷീൻ വെച്ച് കട്ട് ചെയ്തെടുത്ത പോലെ ഉണ്ട് അല്ലേ? സൈഡൊക്കെ ആൾക്കാർ തന്നെ ചെയ്തിരിക്കുന്നതായിരിക്കും. അങ്ങോട്ടൊക്കെ പക്ഷെ മാൻ പവർ ഈസ് ദ ബെസ്റ്റ് പവർ എന്നാണ്. അങ്ങോട്ടൊക്കെ പോവാം. പക്ഷെ ഇങ്ങോട്ടൊന്നും ആരും വരാത്ത ഏരിയ. നമുക്ക് ഇതിലേക്ക് ഇറങ്ങി 1-ാമത്തെ പോവാം. ഇതിലിപ്പോ കൂടുതൽ ഗുണം കിട്ടുന്നത് കുഞ്ഞാറ്റയ്ക്കാണ്. കാരണം എന്താ അറിയോ, നമ്മളൊക്കെ വേറൊരു കാര്യമുണ്ട്. ഞാനൊക്കെ ഈ ലഡാക്ക് യാത്രയിലാണ് നമ്മള് സ്കൂളിലൊക്കെ പഠിച്ച സാധനങ്ങളൊക്കെ അപ്പോഴാണ് കാണുന്നത്. അതെ, കുഞ്ഞാറ്റയൊക്കെ പക്ഷെ പഠിക്കുന്നതിന് മുന്നേ കുഞ്ഞാറ്റി ഇനി സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചറെ പഠിപ്പിക്കും പറയും, ടീച്ചറെ ഞാനത് കണ്ടിട്ടുള്ള ആളാ. വെരി ഗുഡ് എന്ന് പറയും. നമ്മുടെ ലൈഫിൽ സംഭവിക്കാത്ത നമ്മൾക്ക് അവളെ കൊണ്ടേ അച്ചീവ് ചെയ്ത് ഇപ്പോഴെ തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് താഴേക്കാണോ? പോയി നോക്കാം. താഴേക്ക് ഇറങ്ങി നോക്കാം അല്ലേ? താഴേക്ക് കൂടെ ഇറങ്ങി വെറുതെ വെള്ളേക്ക് കയറണോ? ആദ്യം ഇവിടെ എവിടെയെങ്കിലും പോയി നോക്കാം. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് 10 തൊട്ടാണ് ഇങ്ങോട്ട് കിടക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ കൂടി ഒക്കെ വഴികളുണ്ട് കേട്ടോ. എന്തൊക്കെയോ വഴികൾ. ഗണേഷ് ഗുംബ അത് സംഭവിച്ചിരിക്കുന്നു. അതായത് കണ്ടുപിടിച്ചു. ഇതാണ് റാണി ഗുംബ എന്ന് പറയുന്ന കേവ്സ് ആണിത്. ഇവിടുത്തെ ഈ കേവ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേവ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് 2 നിലയാണിത്. നല്ല രസമുണ്ടല്ലേ കാണാൻ തന്നെ. കുത്തി എടുത്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി. നല്ല ഫിനിഷിംഗ് ആണ് അല്ലേ? ഫസ്റ്റ് റാണി ഗുംബ. ഇവിടെയൊക്കെ ഇതുണ്ടോ? ഇതിൽ കുറെയൊക്കെ പോയി. കാലൊക്കെ കണ്ടോ? ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അത് പോയി. കുഞ്ഞാറ്റ എന്താ അവിടെ പോയി നോക്കണേ? കേറാൻ പാടുണ്ടോ ഉള്ളിലേക്കൊക്കെ? ഇങ്ങോട്ട് വാ, ഇവിടെ കണ്ടിട്ട് വരാം. വാ. ഇതൊക്കെയാണ് സംഭവം. പക്ഷേ ഉള്ളിലേക്ക് കേറാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്താ? അങ്ങനെയല്ല, കുനിഞ്ഞിരിക്കണം. അതൊക്കെ കുഞ്ഞാറ്റേ ഇറങ്ങിയ ഉള്ളിലേക്ക്. ഹായ്, കേൾക്കാം.
ആൻസി നല്ല മുഴങ്ങുന്നുണ്ട്. ഇവിടുത്തെ കേവ്സ് അല്ല പ്രധാനം, ഇതുണ്ട് ഇവിടുത്തെ ശില്പപണികളാണ്, കൊത്തുപണികൾ. ഇവിടേക്ക് എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഒന്നും ക്ലിയർ ആവുന്നില്ല. അപ്പൊ ഇതാണ് കേട്ടോ ഫസ്റ്റ് കേവ് വരുന്നത്. ഫുള്ള് കൊത്തുപണികളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒന്നാമത്തെ ഗുഹ തപ്പി തപ്പി അപ്പായും മോളും മടുത്തു കേട്ടോ. മോൾക്ക് മടുപ്പൊന്നുമില്ല, നടക്കുക. ഇവിടത്തേക്ക് പോയി ആനയൊക്കെ കണ്ടു കേട്ടേ, അത് കുറച്ച് ക്ലിയർ ആവുന്നുണ്ട്. ആന, പിന്നെ അതേപോലെ മേളിലേക്ക് എന്തൊക്കെയോ ശില്പങ്ങളുണ്ട്, പക്ഷെ ഒന്നും ക്ലിയർ ആവുന്നില്ല. എങ്ങനെയുണ്ട് സംഭവം? പൊളിയാലേ. മറ്റേന്ന് പറയുന്നത് നമ്മള് അന്ന് പോയില്ലേ, അതൊക്കെ ലൈനായിട്ട് ഇങ്ങനെയായിരുന്നു. ഇതങ്ങനെയല്ല, കണ്ടുപിടിച്ചെടുക്കണം. ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ളതാ. ഇതൊക്കെ ഓരോ ഗുഹകളാണ്, ചെറിയ ചെറിയ. ഇത് കുഞ്ഞാറ്റനെ പോലെയുള്ള കൊച്ചുങ്ങൾക്ക് ഇരിക്കാനുള്ളതല്ല, ഇത് പണ്ടുള്ള ദേവീ ദേവന്മാരുടെ ഒക്കെ രൂപങ്ങളൊക്കെ വെച്ചോണ്ടിരുന്ന. നമുക്ക് മേളിൽ കയറിയാലോ? ഇത് ഇങ്ങനെ തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ. ഇനി മേളിൽ കയറാം അല്ലേ. ഫുള്ള് പാറയിലാണ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. അങ്ങനെ നമ്മള് താഴേന്ന് മേളിലേക്ക് വന്നു കേട്ടോ. ആൻസി, ഇത് കുളിമുറിയാന്ന് തോന്നുന്നു. എന്താ? കാരണം വെള്ളം ഒഴുകാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടേക്കുന്നുണ്ടോ? ഒന്നെങ്കിൽ കുളിമുറി അല്ലെങ്കിൽ അടുക്കള. ഇവിടെ ഉണ്ട് അങ്ങനത്തെ ഒരു റൂം. കുളിമുറിയാണോ എന്താണ്? വെള്ളം ഒഴുകാനുള്ളൊരു അടുപ്പാണോ ഇനി? അവിടെ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഇവിടെ ഇത് വർഷമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 1947. എന്താണോ എന്താണെന്ന് അറിയില്ല. അത് 1947 എന്നാണോ? അതല്ലേ, അത് വേറൊന്നോ. ഇത് കണ്ടോടി, അത് തവളയൊന്നും അല്ല. ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു റൂമുകൾ പോലെ. ഇത് കുഞ്ഞൊന്നല്ല, അത്യാവശ്യം നല്ല നീളമുണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ടല്ലോ. ഓ, ഈ ഗുഹ നോക്ക്. ഇതിലേക്ക് എന്തോ ഒരു കുഴി പോലെയൊക്കെ കേട്ടോ. കുഴിയുണ്ടോ താഴേക്ക്? താഴേക്ക് ചെറിയ കുഴി. അയ്യോ, തലയിടിക്കും. കുഞ്ഞാറ്റയ്ക്ക് ഇതൊക്കെ സുഖം. കണ്ടോ, എവിടെയും തലയിടിക്കും. ചെറുതായിട്ട് ഇടിക്കും. അതായത് ആൻസി, ഈ ഗുഹേനെ കുറിച്ച് നമ്മൾ ഇത്രയും കാണിച്ചില്ലേ, ബാക്കിയുള്ള ഗുഹേനെ കുറിച്ച് നമുക്ക് ഇത്രയും കാണിക്കണ്ട. കാരണം എന്താ അറിയോ, ഇതാണ് മെയിൻ ഗുഹ. ഇതും മെയിൻ ഗുഹയാണ്. ഇതേപോലെ വേറെ 1-2 ഗുഹ കൂടി ഉണ്ട്. വെള്ളിലേക്ക് വെറും പാറയാണ് കേട്ടോ. ഈ പാറയിലാണ് ഇത് ശരിക്കും ചെയ്തേക്കുന്നത്. പക്ഷെ ഇത് പാറയിലാകുമ്പോ നമുക്ക് പേടിക്കണ്ട. അതെ, ഇതെന്താ അറിയോ, ഇതൊക്കെ സംഭവം എന്താ എനിക്ക് ഇപ്പഴാണ് മനസ്സിലായത്. വെള്ളം ഒഴുകി പോകാനുള്ള പാറയല്ലേ, വെള്ളം ഉണ്ടാവും, ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഉണ്ടാവും, അതൊക്കെ ഒഴുകി പോകാനുള്ള മഴക്കാലത്തേക്ക്. എന്തേനും മേലേക്ക് ഒഴിയുണ്ടല്ലേ. കുഞ്ഞാറ്റം അടുത്തോ ഇല്ലേ? ആണോ? ഇത് കണ്ട് ഇവിടെയൊക്കെ എന്ത് സെറ്റപ്പ് ആക്കി ചെയ്തേക്കുന്നത്. നമ്മുടെ ആ 1ാം ഗുഹേന്റെ മേളിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടേക്കൊക്കെ ഉണ്ട് അല്ലേ, പോയി നോക്കാം. മെയിനായിട്ട് കാര്യം ഞങ്ങൾ ക്ഷമാപൂർവം ചോദിക്കുകയാണ്, കാരണം ഇതൊരു ഓർഡറായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതാണ് ഗണേശകുംഭ. ഇത് ഗണേശകുംഭ, പക്ഷെ ഉള്ളിലേക്ക് എൻട്രൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആനേനെ കാണാൻ കൊള്ളാലോ, 2 ആനയും കൊള്ളാം. ഒരു ഓർഡറായിട്ട് കാണിക്കാന്ന് പറഞ്ഞപ്പോ നടക്കുന്ന കാര്യമല്ല. അവിടെ ഇവിടെ നേരെ ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും 9 ആയി പോയി. ഇനി അപ്പുറത്ത് 15 കിടക്കുന്നത്. അതെ, മാക്സിമം ഞങ്ങൾ കുറെ നടന്നു നോക്കി, രക്ഷയില്ല, നടക്കുന്നില്ല. നമ്മൾ തന്നെയാണെങ്കിൽ കുഴപ്പമില്ല, കൊച്ചും കൂടി ആകുമ്പോ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ ഞങ്ങൾ ക്ഷമാപണം ചോദിക്കുന്നു. ക്ഷമ ചോദിക്കുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് അവിടെ 15ഒക്കെയാണ് കണ്ടേക്കണം. ഞങ്ങള് നമുക്ക് പോയി നോക്കാം. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് ചൈത്യ എന്ന് പറയും. അതായത് മലയാളത്തിലൊരു മീനിങ് പറയുകയാണെങ്കിൽ ആരാധനാലയെന്നോ സ്തൂപം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജൈനമതത്തിൻ്റെ അങ്ങനത്തെ കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയയാണ് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മെയിൻ ഏരിയ. അത് തന്നെ സംഭവം. കണ്ടോ ആൻസി, ഇത് അത് തന്നെ സംഭവം. നല്ല കട്ടയും കാര്യങ്ങളും. ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ ഭുവനേശ്വറിന്റെ ഒരു ഏകദേശം സ്ഥലം കാണാം. അപ്പുറത്താണ് നമ്മുടെ കാന്തഗിരി ഹില്ല് കിടക്കുന്നത് അല്ലേ. കേവ്സ് ഒക്കെ അവിടെയാണ് കേട്ടോ. ബാക്കി കുറേ ഒരെണ്ണം വരുന്നത്. ഇവിടെ കൊള്ളാലോ.
പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡും കാണാം കേട്ടോ. ഫുള്ള് പാറയാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. അല്ല ആൻസി, അടിപൊളി അടിപൊളി സ്ഥലമാണ്. ടീം എങ്ങോട്ടാ ഓടുന്നത്? എന്നാ അവിടെ ഞങ്ങൾ പോട്ടെ. ഇത്രേ ഉള്ളു കാര്യം. ഇങ്ങോട്ടാണോ? അതിലേക്ക് ഇറങ്ങാം. ഇതാണ് ആ പ്രാർത്ഥനാലയം ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഇവിടെയൊക്കെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്ത് പാറയൊക്കെ തുറന്ന് അങ്ങനത്തെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങുകയാണ്. ഇതൊരു ഓർഡറിലല്ലാത്തതുകൊണ്ട് നമുക്കും ഭയങ്കര പാടാലേ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, ഓർഡർ ആയോ? 11. കുറച്ച് മുമ്പ് 10 കണ്ടോ? കണ്ടോ? 11. ഇതൊക്കെ ഇവിടെ ചെറുത് തോന്നാം. ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയായിരിക്കും അല്ലേ? ജംബേശ്വര ഗുംബ. ഇവിടെ കൊണ്ട് പ്ലാസ്റ്റിക് ഇട്ടേക്കാണ്. കൊള്ളാല്ലേ സംഭവം? ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഇവിടെ നിൽക്കാൻ പോലുള്ള ഗ്യാപ്പില്ല. എങ്ങനെയല്ല പണ്ട് കാലത്ത് കൊച്ചിന് എത്ര വയസ്സായിട്ടുണ്ട്? എത്ര വയസ്സായിന്ന്? 4 മാസോ? 4 മാസമായിട്ട് ഇത്രയും പോലെ നടക്കാനൊക്കെ ആയി. നമ്മുടെ കൊച്ച് 4 മാസം നടന്നു. അതാണ്. ഇവിടെ ഉണ്ട് ഗുഹ ആൻസി. അതൊരു ഗുഹയാണ്. നമുക്ക് എണ്ണം നോക്കാം അങ്ങോട്ട്. എത്രാമത്തെയാണെന്നറിയാലോ. അതൊക്കെ കുഞ്ഞു കുഞ്ഞു ഗുഹകളാണല്ലേ? 12. ഈ കാണുന്നതാണ് കേട്ടോ 12ാമത്തെ. അതാണ് സംഭവം ആൻസി. ഈ പാറയ്ക്ക് മേളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഗുഹകള്. അന്ന് കാലത്ത് ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോ. അയ്യോ, അവിടുന്ന് ഫോട്ടോ എടുക്കാം. മാറടി. അവിടെ ഒരു ഗുഹയുണ്ട്, അങ്ങോട്ട് കയറാൻ കാണുന്നതാണ് ബാഗ ഗുംബ. എന്താ നോക്കില്ലേ, എത്ര എന്തോ ഒരു സാധനം വാ തുറന്നിരിക്കുന്ന ആ സംഭവം അത് തന്നെ. ഇത് നോക്ക്, വേളില് കണ്ണും മൂക്കൊക്കെ ഉണ്ട്. മടുത്തല്ലേ? മടുത്തോന്നോ? അങ്ങനെ മടുത്താൻ പറ്റില്ല. ഇനി ഗുഹകൾ എത്ര എണ്ണം കിടക്കുന്ന അമ്പലം കറക്റ്റ് കാണാം. ഇവിടുന്ന് കറക്റ്റ് ആട്ടോ ടെമ്പിള്. അത് കാന്തഗിരിയാണ്, കാന്തഗിരി മലയാണ് കേട്ടോ കാണുന്നത്. അവിടെ കറക്റ്റ് കാണാം ഇവിടുന്ന്. അവർക്ക് ഇങ്ങോട്ടും കാണാതിരിക്കും. അതെ, എന്നാ പോവാ. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പൊ നമ്മൾ കയറിയത് അതിലാണേ. ഇവിടെ അതേപോലെ ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ആൻസി അങ്ങോട്ട് മാത്രം പോലെ ഇവിടെ ഉണ്ട്. ഇവിടെ നിൽക്കേ, ഇത് കണ്ടോ, ഇതും അതേപോലെ ഗുഹയാണ്. ഇവിടെയൊക്കെ സ്റ്റെപ്പുണ്ട്. ആൻസിക്കും കൊച്ചിനും ഇതിലെ വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറാം. ഇത് കൊള്ളാലോ. ഇതുണ്ടോ, ഇതൊക്കെ ഇവിടെ കല്ല് വെച്ച് കറക്റ്റ് കെട്ടി സെറ്റപ്പ് ആക്കിയത് കേട്ടോ. ഹായ് ഹായ്, നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഇവിടെയുണ്ട് അതേപോലെ ഉള്ളിലേക്ക് ചെറിയൊരു ഗുഹ, അപ്പുറത്തും ഉണ്ട്. പിന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങാല്ലേ. ഇതുണ്ടോ, ഇതൊക്കെ വയ്ക്കേ. ഒരിച്ചിരി സ്ഥലം പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ ഇവിടെ. നമുക്ക് വല്ലേ താഴേക്ക് ഇറങ്ങാം. കുഞ്ഞാറ്റ തൊട്ട് നിൽക്കുന്ന ഗുഹയാണ് 13. പക്ഷെ ആ മേളിലുള്ളതിനൊന്നും നമ്പറായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. എന്തായിരിക്കും ഗുഹയല്ല, അത് ഗുഹയായിരിക്കില്ല. അങ്ങോട്ട് നോ എൻട്രി ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ. ഞാൻ അതിലേ കയറിപ്പോയേ. മേളിലൊക്കെ ഉണ്ട് നോക്ക്. അതൊക്കെ ഗുഹകൾ തന്നെ. അതൊക്കെ എണ്ണത്തിൽ പെടുത്താത്താന്ന് തോന്നുന്നു. ഇത്രയും ചെറുത് വരെ എണ്ണത്തിൽ പെടുത്തിയ സ്ഥിതിക്ക് ഇതെന്താ ഇവിടെ ചെയ്യുന്നേ? അങ്ങനെയൊന്നുമില്ല. ഇതാണ് സർപ്പഗുംബ. അതുകൊണ്ടാണ് ഇത് ചെറുത് അല്ലേ. കുഞ്ഞു ഗുഹ, ഇത്രയും കാട്ടം കുഞ്ഞു ഗുഹ അല്ലേ. അമ്മ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ആദ്യം വന്നോടത്ത് തന്നെ വന്നു. ഇതിന്റെ മേളിലും കണ്ടോ ചെറിയ ചെറിയ ഗുഹകള്. 14. ഇത് 14ാമത്തെ ഗുഹയാണ് കേട്ടോ. ഒരു വിധത്തിൽ ഞങ്ങൾ 14-ലെത്തി. ഹാത്തി ഗുംബ. വാചാണ് ഒറ്റ വിരലും കൊണ്ട് അത് പൊക്കി പിടിച്ചേക്കുക. ഭീകരം തന്നെ. വീണു പോയാലോ. ഇവിടെ കുറച്ചു നേരം ഇരിക്കാല്ലേ.
അത് ശരിയാ, വെള്ളം ഒഴുകുന്ന സ്ഥലമാണല്ലോ, അതിലിങ്ങനെ വെള്ളം പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കേവും കൂടിയാണ്. ഇവിടെ കുറെ ലിഖിതങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എവിടെയാണെന്ന് കാണുന്നില്ല കേട്ടോ. ഇനി ഇതൊക്കെയാണോ എന്ന് അറിയില്ല. ഇതൊന്നും അല്ലെന്ന് തോന്നുന്നു. എന്തുവാ അതായത് എലിഫന്റ് കേവ്സ് എന്നും അറിയപ്പെടും ഇത്. എന്താ എനിക്ക് വായൊക്കെ പൊളിക്കണേ? എലിഫന്റ് കേവ്സ് അങ്ങനെ അറിയപ്പെടും. വാ വാ, ഇത് ഓരോ ഗുഹയ്ക്ക് ഓരോ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മൊത്തം പറയുന്നത് ഇന്നത്തെ വീഡിയോ കാണുന്നവർ നമ്മളെ തെറിയോട് തെറിയായി. ജസ്റ്റ് ഗുഹകൾ ഇങ്ങനെ കാട്ടിത്തരാന്ന് മാത്രമേ ഉള്ളൂ. അതെ, വാ. ഇത് അതിൽപ്പെട്ടത് തന്നെയാണ് കേട്ടോ. ഇത് പുറത്തുനിന്ന് നല്ലൊരു ഇത് കാണിച്ചു തരാം. നമ്മുടെ ഫ്ലാഗ് പറക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. അടിപൊളിയാണ്. 15 വരുന്ന ആ മേളിൽ നമുക്ക് 15 കണ്ടാലോ? 15 കൂടി കണ്ടെങ്കിൽ നമുക്കിനി. പക്ഷെ 17 18 കണ്ടില്ലല്ലോ അല്ലേ? അങ്ങനെ നമ്മൾ 15ാമത്തെ ഗുഹയിലെത്തിയത്. നമ്മളിപ്പോൾ ഇതിലെയാണ്. അതാണ് 10. അവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയി ഇങ്ങനെ വന്നത്. ഇതാണ് 15ാമത്തെ ധനകാര ഗുംബ. ഇത് നാശമായിപ്പോയ സ്ഥലങ്ങളിലൊക്കെ കോൺക്രീറ്റും കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, വിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതും പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇത് നോക്കി, കൊള്ളാം. ഇതിലാണ് ഒരു പ്രത്യേകത കണ്ടില്ലേ? ഇതിങ്ങനെ ചെത്തിയെടുത്തേക്ക് നോക്ക്. അടിപൊളി കേട്ടോ. എത്ര 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടിലൊക്കെ ഉള്ള ഗുഹകളാണെന്ന് ഓർക്കണം. അമ്മ. പിന്നെ നമുക്ക് മെല്ലെ താഴേക്കുള്ള ഗുഹകൾ കാണാം കേട്ടോ. കുറേ സ്കൂൾ പിള്ളേർ വരുന്നുണ്ട്. അതിൻ്റെയാണ് കുറേ ബഹളം നേരത്തെ കേട്ടാൽ. ഞങ്ങൾ വിചാരിച്ച് വല്ലവരും ഇനി ഗുഹയ്ക്കകത്ത് വല്ലതും പെട്ടുപോയോ സംഭവം. പിള്ളേർ വന്നായിരുന്നു. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ഉണ്ടല്ലോ പല്ലിൻ്റെയും എല്ലിൻ്റെയും എണ്ണം കുറയും. ഒരുപാട് പിള്ളേർ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വഴി പോയി. നമ്മളിനി സ്റ്റെപ്പിൽ കൂടി അങ്ങ് ഇറങ്ങണം അല്ലേ? പിന്നെ പിടിച്ചിറങ്ങും കേട്ടോ. കൊച്ചുങ്ങൾ ഒരേ കലവിലിയാണല്ലോ ദൈവമേ. ഇങ്ങോട്ടാണ് ഇനി നമ്മുടെ ഗുഹയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അവിടെയാണ് 9 വരുന്നത്. 9, 8 പിള്ളേർക്ക് ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് ആണ് അല്ലേ? ഇതിലേ താഴെ ഇറങ്ങാൻ പറ്റുമല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കുറുക്ക് വഴി ഇങ്ങനെ ചാടിയപ്പോൾ 9ാമത്തെ കേവിലെത്തി. മാഞ്ചപൂരി ആൻഡ് സുരാജ്ഗപൂരി. ആ 2 കേവ്സാണ്. ഈ 2 കേവ്സും വരുന്നതാണ് കേട്ടോ. ഒറ്റ ഇതിൽ 2 കേവ്സ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം അല്ലേ? കൊള്ളാം. ആ തൂണൊക്കെ ഇത് കല്ലിൽ ചെയ്ത് വെച്ചേക്കുന്നത് ഇതുണ്ടോ? കേട്ടോ. കൈ പോലെ. കുഞ്ഞാറ്റ ഇതൊക്കെ കാണുന്നുണ്ടോ? കുഞ്ഞാറ്റെ ഇതൊക്കെ കാണുന്നുണ്ടോ കൊച്ച്? രാത്രിക്ക് ലൈറ്റ് ഇടും. ഇങ്ങനെയൊക്കെ നോക്കുന്നത് ഇതിനുള്ളിലൊക്കെ രാത്രിക്ക് ലൈറ്റ് ഇടുന്നു. ലൈറ്റ് ഇടുന്നത് മാത്രമല്ല, ഇവിടെ ആ ടെമ്പിളിൽ ചെറിയ ഉത്സവം കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തല്ലേ? ഇതാണ് ഞാൻ അപ്പുറത്തെ 2ാമത്തെ ഗുഹ. പിള്ളേരല്ല, ചേച്ചിമാര്. ഇവിടുന്ന് നോക്കിയാൽ മൊത്തത്തിൽ അങ്ങനെ ഒരു കാഴ്ച കിട്ടും കേട്ടോ. മുകളിലൊക്കെ ഫുള്ള് കൊത്തുപണികളാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ഗുഹേൻ്റെ 9ാം ഗുഹേൻ്റെ പൂർണ്ണ രൂപം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 8ാമത്തെ ഗുഹ കാണാം. പാതാളപുരി ഗുംഹ. ഗുംഹ എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് കേട്ടോ. വാ കുഞ്ചു. കൊച്ചു മടുത്തു? കൊച്ചു ഇവിടെ കൂടുവാണോ? ഇവിടെ വേണമെങ്കിൽ ഇരിക്കണം ആൻസി. കുറച്ചേരം ഇരിക്കാം. ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇരുന്നിട്ട് പോവാം കേട്ടോ. ഭയങ്കര തണുപ്പാ, ഒരു പുക മണം പോലത്തെ മണം. അതെന്താണെന്നറിയോ? ഇതൊക്കെ നോക്കൂ, ഇവിടെയൊക്കെ പാൻപരാഗും അതും ഇതൊക്കെ തിന്നിട്ട് അതിന്റെ കവർ ഇവിടെ തന്നെ ഇടുന്നു. താഴെ ഇരിക്കാം, നല്ല സ്ഥലത്തിരിക്കും. പകുതി സ്റ്റെപ്പുകളുണ്ടല്ലോ മുകളിലേക്ക് വരുന്നത്. അതൊന്നും പണ്ട് കാലത്ത് ഉണ്ടായിരുന്നല്ല കേട്ടോ. അതൊക്കെ മാത്രമാണ് അതിലുള്ളൂ. ബാക്കിയൊക്കെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വന്നേക്കുന്ന സംഭവങ്ങളാണ്. ഇതെത്രയാ? അത് 7. ഇങ്ങോട്ട് വാ. ഇത് 7.
തങ്കുറാണി. തങ്കുറാണി ടെമ്പിൾ നമ്മൾ കണ്ടിരുന്നല്ലോ അല്ലേ? തങ്കുറാണി ഗുംഹ. ആൻസിക്ക് ഗുംഹ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? ഗുംഹ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? ഗുഹ. അത് തന്നെ. എന്തേ കൊച്ചുറാമി? നമ്മള് കുറച്ച് എളുപ്പമുള്ള വഴികൾ കാണിച്ചു കൊടുക്കുമ്പോ കൊച്ചു നല്ല ബുദ്ധിമുട്ടുള്ള വഴി കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വഴികളിലൂടെയൊക്കെയാണ് കൊച്ചിന് പോകാൻ ഇഷ്ടമുള്ളൂ. വാ. ഇപ്പൊ അടുത്തത് 6. 6 പനാസ ഗുംഹ. ഓരോ ഗുഹയ്ക്കും ഓരോ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു പ്ലാവ് നിൽപ്പുണ്ട്, നല്ല ചക്കയുണ്ട്, തൂങ്ങിക്കിടക്കുന്നു അല്ലേ? കുറെ ചക്കയുണ്ടല്ലോ. ഇനിയിപ്പോ അപ്പുറത്തേക്കാ പോകണ്ട, നമുക്ക് ഇതിലെ പോകാൻ പറ്റില്ല. ഇതില് പോകാൻ നോ എൻട്രിയാ. നമ്മള് മേളിലേക്ക് കയറിപ്പോയ വഴീന്റെ സൈഡിൽ കൂടിയാണ് ഈ 6, 7, 8, 9 ഒക്കെ. ഞങ്ങളാണ് കേട്ടോ മണ്ടത്തരം കാട്ടിയേ. ഞങ്ങള് ആൾക്കാർ കയറി പോകുന്നത് കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി പോവുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ ആയിരുന്നു ആദ്യം കയറേണ്ട സ്ഥലം കേട്ടോ. അതുകൊണ്ടാണ് അതെ, അതാണ് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയത്. മെയിൻ ആയിട്ടുള്ള ഇത് മുകളിൽ കാണുന്ന കേട്ടോ 5. അവിടെ വരെ കയറി പോകാൻ വയ്യ. ജയ വിജയ ഗുംഹ. അതെ, അത് രണ്ടും സംഭവം കൊള്ളാല്ലേ. അവക്ക് മടുപ്പൊന്നുമില്ല. കുഞ്ചുസേ ഇനി ഇവിടെ 4, 3 കണ്ടോ? ഇത് 4 എന്താണെന്നറിയോ? ആൽക്കാപുരി ഗുംഹ, പിന്നെ ചോട്ടാ ഹാത്തി ഗുംഹ. ആനേന്റെ 2 ആനേന്റെ ഇത് വരച്ച് വെച്ചേക്കുന്നത്. അതാണ് 2. അങ്ങോട്ട് കേറാൻ പാടില്ല, ഇങ്ങ് വന്നേ. ഒമ്പ അത് പിള്ളേര് നോക്ക് ലൈനായിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കാനായിരുന്നു അല്ലേ? എന്തോരം പിള്ളേരല്ലേ, ഒരു സ്കൂൾ മൊത്തം ഉണ്ടെന്ന് തോന്നുന്നല്ലേ കുഞ്ചു. പറഞ്ഞ ഒരു അനുസരണയില്ലാത്ത പിള്ളേരാണല്ലോ ദൈവമേ. പിള്ളേരെ സ്ഥിതി നമ്മുടെ അടുത്ത് പറയണോ? അതെ, നമ്മുടെ ഒരെണ്ണം തന്നെ നമുക്ക് മേയ്ക്കാൻ പറ്റില്ല. അപ്പൊ സാധാരണ സമ്മതിക്കണ്ടേ? എത്ര എണ്ണത്തിനാ മേയ്ക്കുന്നേ? അങ്ങനെ നമ്മള് 2 വരെ കണ്ടു കഴിഞ്ഞു അല്ലെ? 3 വരെ കണ്ടു. 3 വരെ കണ്ടു. ഇത് 2. ഇതാണ് 2 കേട്ടോ. ബാജാ ഗഹര. പക്ഷെ ഇതിന്റെയൊക്കെ ഈ എന്താ പറയാ ചെയ്ത് വെച്ചിരിക്കുന്ന ആനയാണ് ഒരു പ്രത്യേക ഒരു രക്ഷയില്ല. ഇതിന്റെ മേളിലാണ് 1 വരുന്നത്. അങ്ങോട്ട് കൊണ്ടാ റാണി ഗുംഹ. അതാണ് മെയിൻ ഗുഹ. എന്താ ഈ ചോട്ടാ ഹാത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ചെറിയ എലിഫന്റ് കേവ് എന്നാണ് അതിന് പറയാ. ഇനി നമ്മൾ ഇതിൽ കാണാത്തതേ 16, 17, 18 നമ്മൾ കണ്ടില്ലല്ലോ. അങ്ങനെ സാധനം നമ്മൾ കുറെ ഇറങ്ങി എവിടെയും കണ്ടില്ല. എവിടെയെങ്കിലും കാണുമായിരിക്കും. ഇവിടെ തന്നെ കാണാത്തായിരിക്കാം നമ്മൾ. നമുക്ക് അപ്പുറത്ത് പോവാം. അതുകൊണ്ടല്ല, പക്ഷെ ഇവിടെ 15 അപ്പുറത്ത് അല്ല, ഇവിടെ 18 അപ്പുറത്ത് 15 എന്നാണല്ലോ. പോയി നോക്കാം എന്തായാലും. അത് തിരിഞ്ഞു പോയതായിരിക്കും പറഞ്ഞപ്പോ. നമ്മൾ 15 കണ്ടല്ലോ ഇവിടെ. ഇത് കൊള്ളാല്ലേ, പിള്ളേരിങ്ങനെ ലൈനായിട്ടേ രസമുണ്ട് അല്ലേ? കുട്ടികളോടും പിള്ളേരോടും ചോദിക്കാം, ഈ പിള്ളേരങ്ങ് പൊക്കോട്ടല്ലേ, നമ്മൾ പെടും. നമ്മൾ അതിന്റെ ഇടയിൽ കിടന്നു. എത്ര സാറുമാരും എത്ര ടീച്ചർമാരും വേണമല്ലേ നിങ്ങൾ ഇത്രയും എണ്ണത്തിൽ പോയിട്ടുണ്ടെങ്കിൽ. ഈ പ്രായം എന്ന് പറഞ്ഞാലേ പൊട്ടിത്തെറിച്ച് നടക്കുന്ന പ്രായമാണ്. ഇതന്നെ കണ്ടില്ലേ ഒരെണ്ണം നിൽക്കുന്നുണ്ടോ? ഒരെണ്ണത്തിന് 2 പേര് മേയിച്ചിട്ട് മെയിനില്ല. അതെ, അതും വെയിലൊന്നും ഒരു വിഷയമല്ല ടിവിയില്. എല്ലാം പിള്ളേരെയൊക്കെ നോക്കി കേട്ടോ. കൊറേ നാൾ ഈ തന്നെ വണ്ടിയിൽ ഇരുന്നിട്ടുള്ള ഒരു ഫീലായിരിക്കും അത് ഈ നോക്കുന്നതിന്റെ. പക്ഷെ ഇതേപോലത്തെ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ പ്രായത്തിൽ കാണാൻ പറ്റുമോ? കൊച്ചിനത് കാണാൻ പറ്റുന്നില്ല. പിള്ളേരെല്ലാം ഇവിടെ പിടിച്ചു. ഇതില് വേറൊരു രസം പറയട്ടെ, പിള്ളേരാരും വന്നിട്ട് കേവ്സുകൾ മൊത്തത്തിൽ കാണുന്നൊന്നുമില്ല. ജസ്റ്റ് കേറിട്ടേ ഉള്ളൂ അല്ലേ? ശരിയാണല്ലോ. നമ്മളവിടെ നിൽക്കുമ്പോ കേറി അപ്പൊ തന്നെ ഇറങ്ങി പോകും. ഇതുങ്ങളെയും കൊണ്ട് എത്രയാണെന്നൊന്നും കേറാൻ പറ്റില്ലായിരിക്കും. വെള്ളിലേക്ക് എടുത്തോട്ടെ, ഇവിടെ നിറച്ച് കുരങ്ങന്മാരാ. അതും ശാന്തമായിട്ടുള്ള ഇത്താണ് ഇരിക്കുന്നത്. എത്ര ശാന്തമാണോ എന്തൊക്കെയോ പിറക്കി കഴിച്ച്. അതായത് ഇവിടെ വരുന്നവര് മെയിൻ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഇവരല്ല, ഈ ടിക്കറ്റ് ഒരാവേശത്തിന് മേളിലേക്ക് കേറിയത് കൊണ്ടിട്ട് ടിക്കറ്റ് കളയാൻ നിൽക്കുന്നത്. അയ്യോടാ, അത് നോക്കട്ടെ. അതല്ല കുഞ്ഞാറ്റ തൊലിപോലെ ഇല്ലടാ. പാല് പക്ഷെ നല്ല വെള്ളം, ഉടലിനെ പോലുള്ള പാലല്ലല്ലോ. ചൊറിഞ്ഞിട്ട് വയ്യാന്ന്. ഇവിടെയൊക്കെ അതുങ്ങളെങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ശരിക്കൊരു മനുഷ്യനിരിക്കുന്ന പോലെ അല്ലേ? പൂർവം അങ്ങനെയാണെന്നൊക്കെയാണല്ലോ പറയുന്നത്.
വാലിന് എന്നെ നീളോ അല്ലേ? ഹായ് ഹായ്. ഇരുന്നോ ഇതൊക്കെ തിന്നാനൊക്കെ കൊടുക്കണ്ട്. അതൊക്കെ തിന്നൊക്കെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതെ അതെ. ഇത്ര ആൾക്കാരുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലുവേ സ്വന്തം കുഞ്ഞിനുള്ള ധർമ്മം എന്തായാലും നിറവേറ്റുന്നുണ്ട്. നീ എന്ത് സ്ത്രീയാടി? നീ ഒരു അമ്മയല്ലേ? ഒരു അമ്മ അവിടെ കൊച്ചിന് പാല് കൊടുക്കുമ്പോ നീ ഒളിഞ്ഞു നോക്കല്ലേ? രക്ഷാവകം അത്രയൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ പൂട്ടിയിട്ടേക്കാണല്ലോ. ഒക്കെ പൂട്ടിയിട്ടേക്കോ. നമ്മളിപ്പോ കാന്തഗിരി മലകളിലേക്ക് എത്തിട്ടോ. അതെ. ഇതിലേക്ക് കയറിയിട്ടാണോ ഇറങ്ങണ്ടേ? ഇത് കേവ് 5 ആണ്. നമുക്ക് ഇതിലേക്ക് കയറി വരാം. ഇവരെല്ലാം പോകുന്ന ഇങ്ങോട്ടാന്ന് നോക്കിയിട്ട്. അവിടെയാണ് അമ്പലമുള്ളത്. ഇവിടെയാണ് ടെമ്പിള്. ഓ അതുങ്ങൾക്ക് പയറിട്ട് കൊടുക്കുന്നുണ്ടോ? പൂജയ്ക്ക് വേണ്ടിട്ട് എന്തുകൊണ്ടാ ചേട്ടൻ മരാപൂജ ടെമ്പിൾ. ഞങ്ങള് ടെമ്പിളിന്റെ അടുത്തേക്ക് എത്തിട്ടോ. അപ്പൊ നമുക്കൊന്ന് ഉള്ളിൽ കയറിയിട്ട് വന്നാലോ? എന്നിട്ട് ഇതിൽ ഇറങ്ങി നടക്കണം. ചെരുപ്പൂര് കേട്ടോ. ഇത് ഓരോ ടൈം അനുസരിച്ച് മണിയടിയും അതേപോലെ ഇതിൽ കൊട്ടുകയും ചെയ്യും. അത് പുതിയ സെറ്റപ്പ് ആട്ടോ. ഞാൻ മറ്റേ സ്ഫടികത്തിന് മാത്രമേ കണ്ടുള്ളൂ. ചാക്കോ സാറിന്റെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പൂജ സാധനങ്ങളൊക്കെയാന്ന് തോന്നുന്നല്ലേ. ടെമ്പിൾ ആയതുകൊണ്ട് നമ്മള് ഓവർ വീഡിയോ എടുക്കുന്നില്ല. എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു ആരാധനാലയല്ലേ. അപ്പൊ നമ്മൾ അതിനുള്ളിലേക്ക് കയറി അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ശരിയല്ല. അപ്പൊ അവിടെ വരെ കയറിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. പുറത്ത് ഇവിടെ മൊത്തം ചേട്ടന്മാര് വന്നു. അതെ. താഴെ കണ്ടോ? അമ്പ എന്തോരം കുരങ്ങന്മാരാന്നുണ്ടോ. ഗുഹകളൊക്കെ അടച്ചിട്ടേക്കാല്ലേ. എനിക്കൊന്ന് ടെമ്പിൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. പൊട്ടുന്ന വല്ലതും ഉണ്ടോന്ന് അറിയില്ലല്ലോ അല്ലേ. ഇത് കാറൊക്കെയാണല്ലോ. ഇത് 6. ഞാനതാ വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറിയതേ. അവിടെ ചെന്നപ്പോ അവിടെ ഒന്നുമില്ല. ചകിരിനാരും കൊണ്ടൊക്കെ ഒരു ചേച്ചി എന്തോ ഉണ്ടാക്കിയിട്ട് അവിടെ വിൽക്കാൻ കൊണ്ടുവച്ചേക്കുന്നുണ്ടോ? കുഞ്ഞാറ്റം അടുത്തോ? ഇത് നോക്കാൻ. ഇതാണ് 5. അങ്ങോട്ടൊക്കെ ഫുള്ള് അടച്ചിട്ടേക്കാണല്ലോ. അത് കൊള്ളാല്ലേ. ഇതിങ്ങനെ വീട്ടിലെത്തൂലല്ലോ. പക്ഷെ ഒന്നും എത്തൂല ഞാൻ. ആനയും ഒക്കെ അല്ലേ. ഇത് ചകിരി വെച്ചിട്ടുണ്ടാക്കിയേക്കുന്നാണല്ലോ സംഭവം. കൊള്ളാല്ലേ. ആന അല്ലേ. ഇതിന് 60 രൂപയുള്ളൂ. 60 രൂപയുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ടല്ലേ. നമ്മൾ മേടിച്ച് ഇങ്ങനെ വീട്ടിലെത്തൂല. ഒരു മാനൊക്കെയാണേ. മാനല്ലേ. ഇത് മാൻ. അത് പിന്നെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. പക്ഷെ ജിറാഫിന്റെ തല പോലെ ഉണ്ട്. ആണ്. പക്ഷെ കൊള്ളാം. ജിറാഫാണോ നീ? മാൻ. 120. കൊള്ളാല്ലേ. അതുപോലത്തെ എന്തോ ഗുഹകളാണ് കേട്ടോ. ഇവിടെ മൊത്തം പൂട്ടിയേക്കുവാണല്ലോ. മൊത്തം ഈ ഒരു ഏരിയയിൽ മൊത്തം പൂട്ടിയിട്ടേക്കും അല്ലേ. ഇത് തുറന്നിട്ടുണ്ട്. ആ മേളിൽ കാണുന്ന 4 ആയിരുന്നു. ഇങ്ങോട്ടൊക്കെ നോക്കി. അത് വെയിലല്ലേ. ഇങ്ങോട്ടൊക്കെ സ്റ്റെപ്പ് ഉണ്ട്. ഫുള്ള് പൂട്ടിട്ടേക്കല്ലേ. ശരിക്കും എന്തിനാ നമ്മള് വെള്ളേക്ക് പോകുന്നേ? മൊത്തം പൂട്ടിയത് കാണാനായിട്ടോ. ഒന്നാമത്തെ പോയി നോക്കി നോക്കാല്ലോ. എന്തായാലും ഇവിടെ ഉത്സവം വരുന്നുണ്ടേ. അതിനിവിടെ ഹോമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. തറയൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ. അമ്മേ അടുത്ത അമ്പലത്തിന് മുകളിലേക്ക് എത്തിട്ടോ. വലിയ അമ്പലം മേളിലാണ് ഇവിടെ. ശരിക്കും ടെമ്പിൾ മേളിലാണ് വരുന്നത്. അതെ. അയ്യോ ഇവിടുന്ന് മറ്റേ കേസ് കറക്റ്റ് കാണാലോ. അപ്പൊ നേരത്തെ നമ്മൾ നിന്ന് നോക്കിയത് ഇവിടെ നിന്നിട്ടാണ് നമ്മൾ കാണുന്നത്. സെയിം സംഭവങ്ങളൊക്കെ തന്നെ കേട്ടോ. ഇത് കൊള്ളാലോ. ആമ മാത്രല്ല പല കളർ കൊമ്പല്ലേ. കൊമ്പൊക്കെ നല്ല ഭംഗിയുണ്ടാണ്. തഴയുന്ന 2 വാങ്ങുകയും ചെയ്തു. അതല്ല ഈ പൂക്കളുടെ ഇതൊക്കെ കാണാൻ നല്ല രസമില്ലേട്ടേ. ഈ മരങ്ങളൊക്കെ കണ്ടോ? കൊള്ളാല്ലേ. കാല് വേണ്ടിട്ട് സാധാരണ നടക്കുകയാണ് ചെയ്യുക എല്ലാരും. ഇതാണ് കേട്ടോ ടെമ്പിള് വരുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയും പാടില്ല. സാധാരണ സ്ഥലത്ത് ക്യാമറയിൽ എടുക്കാം. അല്ല ഫോണിൽ എടുക്കും. ക്യാമറയിൽ എടുക്കരുത്. ഇത് രണ്ടും കറക്റ്റ് പാടില്ല. ഫോണും പാടില്ല ക്യാമറയും പാടില്ല. അപ്പൊ നമുക്ക് എടുത്ത് ഇറങ്ങാം. അപ്പൊ നമുക്ക് പോവാം. നമ്മൾ മൊത്തം ഒന്ന് കറങ്ങിയില്ലേ. അതെ. പിന്നെ നമുക്ക് അത് വേറൊരു കാര്യം എന്താണെന്ന് അറിയാൻ നമ്മൾ ഉദയഗിരി കേവ്സ് കാണാൻ പോയില്ലേ തൊട്ടപ്പുറത്ത്. അവിടെയാണ് കേവ്സിന് പ്രാധാന്യമുള്ളൂ. ഇവിടെ കേവ്സിന് അതായത് കാന്തഗിരി ഹിൽസ് അല്ലെങ്കിൽ കേവ്സ് ഈ ഹിൽസിൽ വരുന്ന കേവ്സിന് പ്രാധാന്യം ടെമ്പിളിനും പ്രാർത്ഥനാലയം അങ്ങനത്തെ സംഭവങ്ങൾക്കാണ്. അതുപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ടെമ്പിളിന്റെ മേളിൽ ചെന്നിട്ട് ടെമ്പിൾ കാണിക്കണമെന്നുണ്ടായിരുന്നു. വീഡിയോയും ഫോട്ടോഗ്രാഫിയും പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് എടുക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി മൊത്തം കറങ്ങിയിട്ടാണ് ഇറങ്ങി വന്നത്. അപ്പൊ നമുക്ക് ഇനി നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ ഇവിടുത്തെ ഒരു
ലെമൺ സോഡ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉപ്പ് സോഡ എന്താ എന്തൊക്കെയോ ഒരു മസാലേന്റെ വേറെന്തൊക്കെയോ മസാല കിട്ടില്ലേ? പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഞാൻ കണ്ടായിരുന്നു വേറെ മസാല ഉണ്ട്, ഉപ്പുണ്ട്, മധുരമുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ എന്താ അപ്പന് എന്താപ്പാ? ഞാനിവിടെ നോക്കിച്ചോട്ടെ. ഇങ്ങനെ എപ്പോഴും പപ്പായുടെ തലയിൽ കയറി ഇരിക്കുന്നേ? ചുമ്മാതെയോ? മടിച്ചാണല്ലേ? കൊച്ചെന്നെ സമ്മതിച്ചു വന്നിരിക്കുന്നു. ഞങ്ങൾ ഒരുവിധം വണ്ടീന്റെ അടുത്ത് എത്തിട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഉഷാറില്ലല്ലോ. ഇല്ല എന്റെ അമ്മ. അതെ. ആ ആർക്ക്? ഡോക്ടർക്ക്. അപ്പൊ അങ്ങനെ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഈ വീഡിയോയിൽ കേവ്സ് മാത്രം കാണിച്ചതിലൊന്നും തോന്നരുത്. കാരണം അത്രയും കേവ്സ് ഉണ്ട് അവിടെ അല്ലേ. മൊത്തം ഞങ്ങൾ ഹിസ്റ്ററിയും പറയാൻ നിന്നിട്ടില്ല. എന്നിട്ട് തന്നെ ഇത്രയായി. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഭുവനേശ്വരിൽ നിന്ന് മെല്ലെ പോവാം.